നമസ്കാരം. പഠനം പരീക്ഷണമോ? വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം പരീക്ഷണങ്ങളാണ്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ പേരിലുള്ള കോലാഹലങ്ങൾ തുടർക്കഥയാവുന്നു. ഇപ്പോഴിതാ സ്കൂളുകളിലെ പഠന സമയം മാറ്റണമെന്നുൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങൾക്ക് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പഠനത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സർക്കാർ നിയോഗിച്ച ഡോക്ടർ എം.എ. ഖാദർ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. സ്കൂളുകളിലെ പഠന സമയം രാവിലെ 8 മുതൽ ഉച്ചകഴിഞ്ഞ് 1 മണി വരെ ആക്കണമെന്നതാണ് ഒരു പ്രധാന നിർദ്ദേശം. ഈ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും പ്രാദേശിക സാഹചര്യവും ആവശ്യവും പരിഗണിച്ച് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്താനാവുന്നതാണ്. ക്ലാസ് മുറി പഠനം കഴിഞ്ഞുള്ള സമയം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണം. കലാകായിക പരിശീലനം, ലൈബ്രറി, ലബോറട്ടറി എന്നിവയുടെ ഉപയോഗം, തൊഴിൽ പരിശീലനം എന്നിവയൊക്കെയാണ് ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ നടത്തേണ്ടത്. പ്രത്യക്ഷത്തിൽ ഏറെ പ്രയോജനകരമെന്ന് തോന്നുന്നതാണ് ഈ നിർദ്ദേശം. ചില സംസ്ഥാനങ്ങളിൽ ഈ സമയക്രമം ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതേസമയം ഇത്തരമൊരു സമയമാറ്റം നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിന് ചേരുന്നതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിനെ ഖാദർ കമ്മിറ്റി അനുകൂലിച്ചിട്ടില്ല. പക്ഷേ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവ് ഇറക്കിയിരുന്നു. അധ്യയന ദിവസങ്ങൾ 220 ആക്കുന്നതിന്റെ ഭാഗമായാണ് 25 ശനിയാഴ്ചകൾ കൂടി പ്രവൃത്തി ദിവസങ്ങളാക്കിയത്. എന്നാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഈ ഉത്തരവ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കി. വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ, നിലവിലുള്ള നിയമവ്യവസ്ഥകൾ എന്നിവയൊന്നും പരിഗണിക്കാതെയാണ് ഈ ഉത്തരവുണ്ടായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്കൂൾ പ്രവൃത്തി സമയം 8 മുതൽ 1 വരെ ആക്കിയാൽ പഠന സമയം കഴിഞ്ഞുള്ള സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിലവിൽ എന്ത് സംവിധാനമാണ് നമ്മുടെ സ്കൂളുകളിൽ ഉള്ളത്? രാവിലെ 8 മണിക്ക് ക്ലാസ് ആരംഭിക്കുമ്പോൾ വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് സ്കൂളിൽ എത്താനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? നഗരപ്രദേശങ്ങളിലെ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് വലിയ പ്രശ്നമാകില്ലെങ്കിലും ഇപ്പോഴും കേരളത്തിലെ നിരവധി ഗ്രാമീണ സ്കൂളുകളിൽ എത്തുന്നവരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണം. കൃത്യസമയത്ത് ക്ലാസ്സിൽ എത്താനാകും വിധം ബസ് എത്ര പേർക്ക് ലഭ്യമാകും? ഉച്ച കഴിഞ്ഞുള്ള സമയം കുട്ടികൾക്ക് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് പ്രധാനമാണ്. അധ്യാപകർക്കും ഇക്കാര്യത്തിൽ വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടാവണം. പക്ഷേ അത് എത്രമാത്രം ഫലപ്രദമായി നിർവഹിക്കാൻ അവർക്കാവും? രാവിലെ 8 മണിക്ക് വരുന്ന കുട്ടികൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണത്തിനായി പോയാൽ പിന്നീട് അവരെ മറ്റ് കാര്യങ്ങളിലേക്ക് നയിക്കാൻ ആരുണ്ടാവും? ലൈബ്രറിയിലും ലബോറട്ടറിയിലും കുട്ടികളുടെ മേൽനോട്ടത്തിനും മാർഗനിർദ്ദേശത്തിനും അധ്യാപകരുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് കലാകായിക പരിശീലന സ്ഥലങ്ങളിലും. അച്ചടക്കം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യാപകർ ഉൾപ്പെട്ട പല കേസുകളും അടുത്ത കാലത്ത് കോടതിയിലെത്തിയിരുന്നു. ചിറ്റാട്ടുകരയിലെ ഒരു പബ്ലിക് സ്കൂളിനോട് അനുബന്ധിച്ചുള്ള ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടികളെ അച്ചടക്ക ലംഘനത്തിന് ലഘുശിക്ഷ നൽകിയതിന് പ്രിൻസിപ്പലിന്റെയും വൈസ് പ്രിൻസിപ്പലിന്റെയും പേരിൽ കേസായി. എന്നാൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായിരുന്നു അധ്യാപകരുടെ നടപടിയെന്നും അത് ക്രിമിനൽ കുറ്റമല്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. കേസിൽ തുടർ നടപടികൾ കോടതി റദ്ദാക്കുകയും ചെയ്തു. SSLC പരീക്ഷയിലെ ഉയർന്ന വിജയ ശതമാനവും ഓൾ പാസുമൊക്കെ അടുത്ത കാലത്ത് വിമർശന വിധേയമായിരുന്നു. സ്കൂൾ തലത്തിലെ തുടർ മൂല്യനിർണ്ണയത്തിൽ 20% കിട്ടുന്നവർക്ക് എഴുത്തു പരീക്ഷയിൽ 10% മാർക്ക് മാത്രം കിട്ടിയാൽ മതി ജയിക്കാൻ. ഇത് നിലവാര തകർച്ചയ്ക്ക് കാരണമായെന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു. SSLC പരീക്ഷ ജയിക്കാൻ എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നേടണമെന്ന തീരുമാനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. ഈ അധ്യയന വർഷം മുതൽ ഇത് നടപ്പാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഈ പരിഷ്കാരം തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ്. 2027 10ാം ക്ലാസ് പരീക്ഷ മുതലാവും ഇത് നടപ്പാക്കുക. ഇതിന് മുന്നോടിയായി 8-9 ക്ലാസ്സുകളിൽ ഈ മാറ്റം നടപ്പിലാക്കും. നിലവിൽ ഗ്രേഡും മാർക്കും നോക്കാതെ എല്ലാവർക്കും സ്ഥാനക്കയറ്റം നൽകുന്ന രീതിയാണ്. പഠന റിപ്പോർട്ടുകളും പ്രഖ്യാപനങ്ങളും ഒക്കെ മുറയ്ക്കുണ്ടാകും. പക്ഷേ ഗുണനിലവാരം മെച്ചപ്പെടണമെങ്കിൽ നടപടികൾ ഉണ്ടാവണം. ഏത് കാരണത്തിലായാലും നല്ല നിർദ്ദേശങ്ങൾ വൈകിക്കുന്നതും തടസ്സപ്പെടുന്നതും നാടിനും വിദ്യാർത്ഥി സമൂഹത്തിനും വലിയ നഷ്ടമുണ്ടാക്കും. നമസ്കാരം.